ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിരിക്കുന്നവർ എന്നും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ രഞ്ജിത്തിൻ്റെ അറിയില്ല, ഹേമ കമ്മിറ്റിയുമായെല്ലാം ബന്ധപ്പെട്ട് രഞ്ജിത്ത് ഈ വിവാദങ്ങളിൽ നിരന്തരമായിരുന്നു. പിന്നീട് അദ്ദേഹം രാജിവെച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പകരമായി പ്രേംകുമാർ ചലച്ചിത്ര താരമാണ്, അദ്ദേഹമായിരുന്നു ഇപ്പോൾ ഈ ചെയർമാനായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹവും ഇപ്പോൾ പുതിയ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. ആ വിവാദം എന്താണ്? ആ വിവാദം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാന്യത പുലർത്തണം. ചലച്ചിത്ര അക്കാദമി എന്ന് പറഞ്ഞാൽ ദൃശ്യമാധ്യമങ്ങൾ എല്ലാം ചലിക്കുന്ന ചിത്രമാണല്ലോ. അപ്പോൾ ഈ ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത് ഭൂഷണമല്ല, അത് ആർക്കായിരുന്നാലും. ഇപ്പോൾ സീരിയൽ താരങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. സീരിയൽ താരങ്ങളെക്കുറിച്ച് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവന വളരെ മോശം പ്രസ്താവനയാണ്. സീരിയലുകൾക്ക് സെൻസറിങ് വേണമെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ സീരിയലുകൾ എൻഡോസൾഫാനേക്കാൾ മാരകം എന്നാണ് അദ്ദേഹം പറയുന്നത്. സെൻസറിങ് ആവശ്യമാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. സമൂഹത്തെ വഴിതെറ്റിക്കുന്ന, സമൂഹത്തെ അപജയത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് സീരിയലിൽ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായി? സീരിയലിൽ സാധാരണ സെൻസറിങ് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പരദൂഷണമാണല്ലോ സീരിയലിനെ കുറിച്ച് നമ്മളൊക്കെ ഉന്നയിക്കുന്ന ഒരു മെയിൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്, പരദൂഷണം. അല്ലാതെ അതിനകത്ത് സീരിയലിനകത്ത് വെട്ടില്ല, കുത്തില്ല, രക്തം കാണിക്കുന്നില്ല, കൊലപാതകമില്ല, സെക്സ് ഇല്ല, വയലൻസ് ഇല്ല, പരദൂഷണമുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സീരിയലിലുള്ളത്. അതുകൊണ്ട് സീരിയലിന് സെൻസറിങ് എന്തിൻ്റെ പേരിൽ സെൻസറിങ് നടത്തണമെന്ന് എനിക്കറിയത്തില്ല. സീരിയൽ ഇപ്പോൾ സെൻസറിങ് നടത്തുമ്പോൾ ഇപ്പോൾ അമ്മായിയമ്മ മരുമോളെ തല്ലുന്നൊരു സീന്, ആ സീന് സെൻസറിങ് വേണമെന്ന് പറഞ്ഞാൽ അത് വളരെ ലൈറ്റായിട്ടുള്ളൊരു സീനാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ അവിഹിതം പിടിക്കുന്നൊരു സീന്, അതിന് സെൻസറിങ് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ മലയാളിയുടെ ഒരു വലിയ നമ്മുടെ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ വരുന്നതിന് മുമ്പ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് സീരിയലുകൾക്ക്. എങ്കിലും വളരെ വലിയ രീതിയിൽ ഓടുന്ന സീരിയലുകൾ ഇപ്പോഴും ഉണ്ട്, നമ്മളറിയാത്തത് കൊണ്ടാണ്. ഞാൻ പണ്ട് എൻ്റെ കുഞ്ഞുനാളിലെ ഉള്ള സമയത്ത് ഉള്ള ഫേമസ് സീരിയലായിരുന്നു ഈ മറ്റേ കുങ്കുമപ്പൂ എന്നൊക്കെ പറയുന്നത്. ഈ പ്രൊഫസർ ജയന്തി എന്നൊക്കെ പറഞ്ഞ് ഈ ട്രോളൊക്കെ വരും. അത് പിന്നെ ഈ ഏഷ്യാനെറ്റില്ല, സൂര്യയിൽ മിന്നുകെട്ടെന്ന് പറഞ്ഞ സീരിയലുണ്ട്. പിന്നെ കടമറ്റത്ത് കത്തനാല്, പിന്നെ അങ്ങനെ ഒരുപാട് എന്തൊക്കെ സീരിയലുകളൊക്കെ ഉണ്ട് ആ സമയത്ത്. അപ്പോൾ അന്ന് പിന്നെ ഈ മൊബൈൽ ഫോണില്ല, ടെക്നോളജി ഇല്ല. അപ്പോൾ അന്നും വൈകുന്നേരങ്ങളിലാകുമ്പോൾ എല്ലാവരും ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്, ഈ സീരിയലുകളുടെ ഫ്രണ്ടിൽ തന്നെയാണ് എല്ലാവരും. ഈ സീരിയൽ നടന്മാർക്കും നടിമാർക്കും ഒരു സിനിമയിലെ നടിക്ക് കിട്ടുന്ന ആ പബ്ലിസിറ്റി ലഭിക്കുന്നുണ്ട്, വലിയ പബ്ലിസിറ്റി അവർക്ക് ലഭിക്കുന്നുണ്ട്. അവർക്കത് ലഭിക്കുന്നുണ്ട്, അത് ഇപ്പോഴും ലഭിക്കുന്നുണ്ട് അവർക്ക്. അപ്പോൾ ഇപ്പോൾ ഈ സീരിയൽ നടന്മാരൊക്കെ യഥാർത്ഥത്തിൽ ഈ കോമഡി ഷോകൾ, ഇപ്പം ഫ്ലവേഴ്സൊക്കെ നടത്തുന്ന സ്റ്റാർ മാജിക് അങ്ങനെയുള്ള കോമഡി ഷോകളിലൊക്കെ കയറി പോകുന്ന കാഴ്ചയാണ് കാണാം. അപ്പോൾ സീരിയലുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സമൂഹത്തെ എൻഗേജ് ചെയ്ത് പിടിച്ചിരുത്താൻ ഉതകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ അത്രയും ബിഗ് സ്ക്രീൻ അല്ലെങ്കിലും മിനി സ്ക്രീൻ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതിൽ ഏത് രീതിയിൽ സെൻസറിങ് വേണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ള സീരിയലുകളിലൊന്നും തന്നെ ഇതുവരെ ഈ വെട്ടും കുത്തും കൊലപാതകമൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. തെറ്റായ സന്ദേശങ്ങളുണ്ടല്ലോ. തെറ്റായ സന്ദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കൊടുക്കുന്നില്ലേ തെറ്റായ സന്ദേശങ്ങൾ? ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും തെറ്റായ സന്ദേശം കൊടുക്കുന്നു എന്ന് പറയാമല്ലോ. ഒരു സിനിമയിൽ എന്തായാലും ഒരു വില്ലൻ കാണുമല്ലോ, ആ വില്ലൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുന്നു. അതുകൊണ്ട് ആ സിനിമയിലെ വില്ലൻ്റെ പോഷൻ മൊത്തം കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിച്ചു എന്നും കാണില്ലേ ദിവസേന ആ സീരിയലുകൾ? അതൊരു പരമ്പര എന്ന് പറഞ്ഞാൽ അതാണല്ലോ സീരിയൽ. ഇപ്പോൾ ഈ ഒരു സീരിയൽ വളരെ വിവാദമായ ഒരുപാട് സീരിയൽ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഈ കാലത്ത് ആ സീരിയലൊക്കെ ഇറക്കാൻ പറ്റുമെന്ന് എനിക്ക് വളരെ ഡൗട്ടാണ്. പണ്ട് ഏഷ്യാനിലാണോ സൂര്യയിലാണോ കൈരളിയിലാണോ എന്ന് എനിക്കുണ്ട്. ഈ കറുത്ത മുത്തെന്ന് പറഞ്ഞൊരു സീരിയലുണ്ടായിരുന്നു. ഈ കറുത്ത നിറമുള്ള ഒരു സ്ത്രീയെ ഒരാൾ വിവാഹം കഴിക്കുന്നതും പിന്നീട് പക്ഷേ ഈ കാലത്ത് ഇറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ മേളയാണ്. അതുകൊണ്ട് എനിക്കത് എത്രത്തോളം അത് സാധിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് സീരിയലുകൾക്ക് സെൻസറിങ് ആവശ്യമാണ്. പോരാത്തതിന് വെബ് സീരീസ്, സിനിമയും സീരിയലും വെബ് സീരീസും ഒരു വലിയ ജനസമൂഹത്തെ കൈകാര്യം ചെയ്തു. അത് പാളിപ്പോയാൽ ഒരു ജനത തന്നെ അപജയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് കല സൃഷ്ടിക്കുന്നവർക്ക് ഉണ്ടാകണമെന്നും പ്രേംകുമാർ പറയുന്നുണ്ട്. ഈ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇയാൾ സീരിയലിലൂടെ കടന്നു വന്ന ഒരാളാണ്. പിന്നെ ഇയാൾ പറയുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം കിട്ടിയപ്പോൾ ഇൻ്റലക്ച്വൽ ആവാനായിട്ട് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. ഇയാളുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഇയാൾ ഏത് സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്കറിയില്ല, എന്ന് പറഞ്ഞാൽ മതത്തിൽപ്പെട്ട ആളാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരാളാണെന്ന് പറയുന്നത്. ഞാനൊരു മതത്തിനെ എതിർത്ത് പറയുകയല്ല, ഒരു ദൈവത്തെ തള്ളി പറയില്ല. പക്ഷേ ഇയാളുടെ ഒരു പ്രസംഗത്തിൽ ഇയാൾ പറയുകയാണ്, നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിലും യേശുവിനെ കൊടുക്കണം.
അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കർത്താവേ, ഞാൻ വരെ ആ കർത്താവിനെ വിളിച്ചു പോയി. അത് ചില വിഭാഗത്തിന് ഇങ്ങനെ ടി വി കണ്ടുകൂടാ, അങ്ങനെ ഒരു അതെ അതെ വിഭാഗം. അതെ, അതാണോ എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നു എത്ര അപക്വമായിട്ടുള്ള ഒരു പ്രസ്താവനയാണിത്. എത്ര ഇത് കാണാനായിട്ട് ഇവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്കാരൊന്നും ഇല്ല എന്നാണ് ഞാൻ ആലോചിച്ചത്. അതായത് നിങ്ങൾ യേശുവിനെ ആരാധിക്കുകയോ അള്ളാഹുവിനെ ആരാധിക്കുകയോ ശ്രീകൃഷ്ണനെ ആരാധിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇത് നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള മാറ്ററാണ്. ഒരു വലിയ സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിയിട്ട് ഇയാൾ പറയുകയാണ് നിങ്ങൾ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, യേശുവിനെ കൊടുക്കുന്നു. എന്തൊന്ന് ആലോചിച്ചു. അതിലും വലിയ അപജയം ഈ സമൂഹത്തിൽ, ഒരു സമൂഹത്തിനെ അതിലും വലിയൊരു അപജയത്തിലേക്ക് തള്ളിവിടുന്നതിലും വലുതല്ല യഥാർത്ഥത്തിൽ ഈ സീരിയൽ എന്ന് ഞാൻ പറയും. യേശുവിനെ ആരാധിക്കേണ്ടെന്നല്ല പറഞ്ഞത്, വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ യേശുവിനെ കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അവിടെയാണ് ഈ പ്രശ്നമെന്ന് പറയുന്നത്. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഈ അമ്പലത്തറയിലോ അവിടെ ആണെന്ന് തോന്നുന്നു, ഈ ഒരു യുവതി 4-മതോ 3-മതോ ഗർഭിണിയായിട്ട് വീട്ടിൽ പ്രസവിക്കാനായിട്ട് ഭർത്താവ് വിടുന്നില്ല. ഹോസ്പിറ്റൽ ആ യുവതി മരിച്ചുപോയി. മനസ്സിലല്ലേ? വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. മനസ്സിലല്ലേ? വിദ്യാഭ്യാസം, അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? മനസ്സിലല്ലേ? ഈ പല നല്ല നല്ല ഈ പള്ളിയിലച്ചന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്ന് പറയുന്നത് ഇപ്പോൾ വിവരം വേറെ, വിദ്യാഭ്യാസം വേറെ, വിവേകം വേറെ എന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ ചില യുക്തിവാദികൾ ഈ ക്രിസ്ത്യാനികളോട് ചോദിക്കുന്നതും, എല്ലാവരോടും ചോദിക്കും, ക്രിസ്ത്യാനികളോട് മാത്രമല്ല, മനസ്സിലല്ലേ, നിങ്ങൾക്ക് അസുഖം വരുമ്പോൾ എന്തിനാണ് നിങ്ങൾ ആശുപത്രിയിൽ പോകുന്നത്? നിങ്ങളെ കർത്താവ് ചികിത്സിക്കില്ലേ, അല്ലെങ്കിൽ അള്ളാഹു ചികിത്സിക്കില്ലേ, അല്ലെങ്കിൽ മറ്റേ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പള്ളിയിലച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അള്ളാഹു കർത്താവ് എല്ലാവരും ഞങ്ങളെ ചികിത്സിക്കും, പക്ഷേ അദ്ദേഹം അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർമാരെയാണ്. അത് അങ്ങനെയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് വേണം. അത് ഡോക്ടറാണെങ്കിൽ പഠിക്കണം, ഇല്ലേ? ഇപ്പോൾ പണ്ടൊരു സന്യാസിയുടെ കഥ ഞാൻ വായിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു സന്യാസിയാണെങ്കിൽ തൻ്റെ ശിഷ്യനോട് പറയും, എല്ലാ സർവ്വചരാചരങ്ങളിലും, സകല ചരാചരങ്ങളിലും ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന് പറയും. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാം ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന് പറയും. അപ്പോൾ ഇതും കേട്ടുകൊണ്ട് ഈ അയാളുടെ ശിഷ്യൻ നടക്കുകയാണ്. സകല ചരാചരങ്ങളിലും ഈശ്വരൻ കുടികൊള്ളുന്നുണ്ട്, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും, അങ്ങനെ എല്ലാത്തിലും കുടികൊള്ളുന്നുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ നടക്കുമ്പോൾ ഇയാളുടെ നേരെ മതമിളകി ഒരു ആന പാഞ്ഞു വരികയാണ്. മതമിളകിയ ആന. അപ്പോൾ ആനയുടെ മുകളിൽ ഒരു ആനപ്പാപ്പാൻ ഇരിപ്പുണ്ട്. ആ ആന എങ്ങനെ മതമിളകി പാഞ്ഞു വരികയാണ്. അപ്പോൾ പാപ്പാൻ പറയുന്നുണ്ട്, മാറിക്കോ മാറിക്കോ, ആന ഇപ്പം നിങ്ങളെ തൂക്കിയെടുത്ത് തറയടിക്കുമെന്നു. അപ്പോൾ ഇയാൾ വിചാരിച്ചു ആനയ്ക്കുള്ളിൽ മടങ്ങിയിരിക്കുന്നത് ഈശ്വര ചൈതന്യമല്ലേ എന്ന് പറഞ്ഞു. ആന വന്ന് ഇയാളെ തൂക്കിയെടുത്ത് താഴെ അടിച്ചു. ഇയാളെ സകല എല്ലുകളും നുറുങ്ങിപ്പോയി. ഇയാൾ എന്താണ് ദേഹാസ്വസ്ഥ്യത്തോടുകൂടി മരണശയ്യയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇയാളുടെ സന്യാസി വന്നിട്ട്, ഇയാളുടെ എന്ന് പറഞ്ഞാൽ ആ സന്യാസി, ഇയാളുടെ ഗുരു വന്നിട്ട് ഇയാളോട് ചോദിച്ചു, നീ എന്താടാ ആന വന്നപ്പം മാറാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അയാൾ പറഞ്ഞു, താങ്കളല്ലേ പറഞ്ഞത് സകല ചരാചരങ്ങളിലും ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന്. അപ്പോൾ ഉടനെ ആ സന്യാസി ഗുരു തിരിച്ചു പറഞ്ഞത്, ഞാൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ആ ആനയുടെ മുകളിൽ ഒരു പാപ്പാനിരിപ്പുണ്ടായിരുന്നു, അയാളിൽ ഈശ്വരൻ കുടികൊള്ളുന്നില്ലേ, ആ ഈശ്വരൻ നിന്നോട് എന്താണ് പറഞ്ഞത്? എടാ മാറടാ എന്നാണ് പറഞ്ഞത്, ഇല്ലേ? അതെന്താ നീ കേൾക്കാത്തത്? നീ മരിച്ചോ? മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ പല കാര്യങ്ങളുണ്ട്. യേശുവിനെ കൊടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, ഇല്ലെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. മനസ്സിലായില്ലേ? വിദ്യാഭ്യാസം കൊടുക്കൂ ദേവി, ഇത് അതിലും വലിയ അപജയമൊന്നും ഇവിടെ ആർക്കും സംഭവിക്കാനില്ല എന്ന് മാത്രമേ പ്രേംകുമാറിനോട് ഈ മതം തലയ്ക്ക് പിടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും അദ്ദേഹം രഞ്ജിത്തിന്റെ പാത പിന്തുടരുന്നതായിരിക്കും. രഞ്ജിത്തിന്റെ പാത പിന്തുടരുന്നതാണോ അല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും അദ്ദേഹം ഒരു 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 പോസ്റ്റ് കിട്ടിയപ്പോൾ എന്താണ്, ഞാനെന്തോ അമ്പട ഞാനേ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നടനൊക്കെ തന്നെയാണല്ലോ. അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളിലൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ, ഇയാളും ജയറാമും കൂടെ അഭിനയിച്ച, പെട്ടെന്ന് പേര് മറന്നുപോയി. അപ്പോൾ ഇതിനെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഇപ്പോൾ ഹരീഷ് പേജടിയൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ഹരീഷ് പേജടി അറിയാലോ, എല്ലാ വിഷയത്തിലും കയറി പ്രതികരിക്കുന്ന ഒരു മനുഷ്യനാണ് ഹരീഷ് പേജടി. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ പോലും പ്രതികരിക്കുന്ന ഒരാളാണ്, ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന ഒരാളാണ്. ഹരീഷ് പേജടി പറയുന്നത്, മിസ്റ്റർ പ്രേംകുമാർ, ഫേസ്ബുക്ക് പോസ്റ്റാണ്, നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതമാണ് എൻഡോസൾഫാനേക്കാൾ മാരകം. ആ മാരകമായ ജീവിതത്തിൽ നിന്നാണ് മെഗാ സീരിയലിൻ്റെ തിരക്കഥാകൃത്തുക്കളും സംവിധായകനും അവരുടെ കഥകൾ തിരഞ്ഞെടുക്കുന്നത്. നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള മെഗാ സീരിയലിൻ്റെ കഥ ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കാം. അസന്മാർഗിക പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞിരുന്ന ഒരു സർക്കാർ അക്കാദമിയിലെ ചെയർമാൻ്റെ കീഴിൽ എല്ലാം സഹിച്ച് പലപ്പോഴും അയാളെ ന്യായീകരിച്ച് കഴിഞ്ഞിരുന്ന ഒരു വൈസ് ചെയർമാനാണ് കഥയിലെ നായകൻ. സ്വന്തം കുടുംബത്തിൽ നിന്നും അയാൾ മെമ്പറായ സീരിയൽ സംഘടനയിൽ നിന്ന് വരെ അയാൾക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നിട്ടും അയാൾ ഇവിടെ തുടർ വിജയം വരിക്കുകയും ആ സർക്കാർ അക്കാദമിയുടെ ചെയർമാൻ ആകുകയും അയാൾ തന്നെ അംഗമായ ആ സീരിയൽ
സംഘടനയിലെ നിത്യവൃത്തിക്ക് ജീവിതം കണ്ടെത്തുന്ന പാവപ്പെട്ട മുഴുവൻ അംഗങ്ങളെയും തള്ളിപ്പറയുന്നിടത്താണ് ക്ലൈമാക്സ്. അങ്ങനെ ഒരു സീരിയൽ വന്നാൽ ആ കഥയിലെ നായകൻ താങ്കൾ പറഞ്ഞതുപോലെ എൻഡോസൾഫാനേക്കാൾ ഭീകരമാണ്. പക്ഷേ നായകനായ ആ വിഷത്തെ പൊതുജനങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സീരിയലും അതിൻ്റെ സൃഷ്ടാക്കളും എൻഡോസൾഫാനെതിരെ പോരാടുന്ന സമര പോരാളികളായ മെഗാ സീരിയലിലൂടെ ജനമനസ്സിൽ നിറഞ്ഞാടും. ഈ സീരിയലിൻ്റെ അനുയോജ്യമായ പേര് എനിക്കു ശേഷം പ്രളയം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ധർമ്മജൻ ബോൾഗാട്ടി ഇതിന് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത്, ഞാൻ 3 മെഗാ സീരിയൽ എഴുതിയ ആളാണ്, എനിക്കത് അഭിമാനമാണ്. സീരിയലിനെ എൻഡോസൾഫാൻ എന്ന് പറഞ്ഞ പ്രേംകുമാർ സീരിയലിലൂടെ തന്നെ വന്ന ആളാണെന്നാണ് ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നത്. പോരാത്തതിന് പാവങ്ങൾ ജീവിച്ചു പൊക്കോട്ടെ ചേട്ടാ എന്ന് ധർമ്മജൻ പറയുന്നുണ്ട്. എന്തായാലും വലിയ വിമർശനമാണ് ഇദ്ദേഹത്തിനെതിരെ ഉയരുന്നത്.